കല്യാണം എന്നായിരിക്കും ഏട്ടാ ഷക്കീലയുടെ കല്യാണം മോളുടെ മെയ് 3-ാം തീയതി, വാവ് മോന്റെ സെപ്റ്റംബറിൽ. സെപ്റ്റംബറിലാണ്. ഞാൻ മരുമോൾ എന്ന് പറയില്ല. എനിക്കിപ്പോൾ 4 മക്കളാണ്, 2 പേരല്ലാതെ ഇപ്പൊ 4 മക്കളാണ്. നവനീത് എന്നാണ് മരുമോന്റെ പേര്. അവന് ഇനി എന്റെ മോനാണ്. ഞങ്ങളെയൊക്കെ വിളിക്കും ഏട്ടാ കല്യാണത്തിന്? തീർച്ചയായിട്ടും എല്ലാരും ഇപ്പൊ തന്നെ വിളിച്ചിരിക്കുന്നു. അല്ല തീർച്ചയായിട്ടും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കാരണം ജയറാമേട്ടന്റെയും പാർവതി ചേച്ചിയുടെ ഒക്കെ ഒരു പ്രണയബന്ധം ഭയങ്കര സ്ട്രഗിൾ പീരീഡിലൂടെയാണ് കടന്നുപോയി എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ഈ കണ്ണനും ചക്കിയൊക്കെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇവരിങ്ങനെ പുറത്തു പോകുന്നു, വാട്സപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ജയറാമേട്ടന് തോന്നിയിട്ടുണ്ടോ അയ്യോ ഇന്നൊക്കെ ആയിരുന്നെങ്കിൽ പാർവതിയായിട്ട് കുറച്ചുകൂടിയൊക്കെ ഒന്ന് സെറ്റായി ലൈൻ അടിച്ചൊക്കെ നടക്കാമായിരുന്നു എന്ന് മിസ്സിങ് എല്ലാം തോന്നിയിട്ടുണ്ടോ? ഇല്ല, എപ്പോഴും എന്തായാലും എന്ത് സാധനവും നമുക്ക് കിട്ടാതെ കിട്ടുമ്പോഴല്ലേ അതിന്റെ ഒരു സന്തോഷം വരിക. 5 വർഷത്തെ ഞങ്ങളുടെ പ്രേമത്തിന്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. 5 years ഉണ്ടായിരുന്നു. 5 years ഉണ്ടായിരുന്നു. 88 തുടങ്ങിയിട്ട് 92 വരേക്കും. അപ്പോ 92 സെപ്റ്റംബർ 7 വരേക്കും. അല്ല ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നോ ഏട്ടാ? ആയിരുന്നു. എന്താണ് പാർവതി ചേച്ചിയിൽ ആദ്യം ശ്രദ്ധിച്ചോ ജയറാമേട്ടൻ? അങ്ങനെയില്ല, രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അതെ, ഞങ്ങൾ ഫസ്റ്റ് കാണുന്നത്, ഞാൻ ഈ ഡേറ്റുകളൊക്കെ ഓർത്തു വയ്ക്കുന്ന ആളാണ്. ഈ 88-ലാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്. ഫെബ്രുവരി 18 ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു. അപ്പോൾ മീറ്റ് ചെയ്ത് ഫസ്റ്റ് അപ്പം തൊട്ട് എന്നോട് ഇഷ്ടമായിരുന്നു. അശ്വതിയും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞു. അതെന്താണ് അതിന്റെ വൈബ് എന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. അല്ല എനിക്ക് മനസ്സിലാവാത്തത് ജയറാമേട്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായിട്ടൊരു മനുഷ്യനാണ്. അല്ല എനിക്ക് ഇന്നും എന്റെ പ്രഹേളിക എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും പാർവതി ചേച്ചിയുടെ അമ്മ അന്നൊന്ന് ചെറുതായിട്ടൊന്ന് പിടുത്തം പിടിച്ചത്? അല്ല, എപ്പോഴും അങ്ങനെയല്ലേ, നമ്മളുടെ ഒരു പെൺകുട്ടിയുടെ അമ്മ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്തല്ലേ ഇരിക്കുള്ളൂ. അത് നല്ലതാണത് തീർച്ചയായിട്ടും. അല്ല എന്നാൽ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ കണ്ടിട്ടില്ല ജയറാമേട്ട, 2ാമത്തെ ദിവസം ബ്രേക്കപ്പ് ആണ്. അയ്യോ, അതാണ്. അപ്പൊ അങ്ങനെയുള്ള ഇന്നത്തെ യുവജന കാമുകന്മാരോട് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ട്? പുതിയ തലമുറയ്ക്ക് ഒരു ഉപദേശം ഒന്നും അവർക്ക് കൊടുക്കേണ്ടതല്ലേ, അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. എനിക്ക് എന്നാലും എന്താ പറയാ എനിക്കറിയില്ല. എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, അതുപോലെ വേറെ ആളോട് ജീവിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പം എൻ്റെ മകൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പ അമ്മ എനിക്ക് അത്ര ഫ്രീഡമാണ് വീട്ടിൽ. ഞങ്ങൾ 4 പേരും ഫ്രണ്ട്സിനെ പോലെയാണ്. വീട്ടിലെന്തും പറയാനുള്ള 100% പറയാൻ പറ്റാത്ത കുട്ടികളാണ് പുറത്ത് പോയിട്ട് ഫ്രണ്ട്സുമായിട്ട് പലതും ഷെയർ ചെയ്യേണ്ടി വരുന്നത്. ഇതങ്ങനെയില്ല, അവർക്ക് എന്ത് വേണമെങ്കിൽ ഞങ്ങളോട് പറയാം, മോൾക്കും മോനും. അപ്പോൾ മോനിങ്ങനെ ചോദിച്ചു, ഞാനൊരാളെ വൈകുന്നേരം വിളിച്ചുകൊണ്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. വിളിച്ചുകൊണ്ട് വന്നോളാൻ പറഞ്ഞു. താരിണി എന്നാണ് പേര്, താരിണി കാലിങ്കര എന്നാണ് പേര്. ഒരു മോഡലാണ് ആ കുട്ടി. ലിബ മിസ് യൂണിവേഴ്സിലൊക്കെ 3rd place വന്നിട്ടുണ്ട്. വന്ന് കയറിയപ്പോൾ തന്നെ മോനെ ഇത്ര സുന്ദരിയായ ഒരു മരുമോളല്ലേ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. മോള് പോയിട്ട് ആ പെട്ടിയും കൂടി എടുത്തോണ്ട് ഒന്ന് വരാമോ എന്ന് ഞാൻ ചോദിച്ചു. ആദ്യം ഇങ്ങനൊരു അപ്പനെ കിട്ടണം അല്ലേ നമുക്കൊക്കെ, എന്നാ വേണം. അപ്പൊ ചേച്ചി ഇപ്പം വീണ്ടും അഭിനയത്തിലോട്ടൊക്കെ വരാനായിട്ട് ഒരു ആഗ്രഹം നമ്മുടെ സൈഡിൽ നിന്നുണ്ട്. ജയറാമേട്ടൻ എന്തായിരിക്കും അതിന് ഫുൾ സപ്പോർട്ട്? അയ്യോ, എപ്പോൾ വേണേ പോവല്ലോ, എന്ത് വേണേ. പക്ഷേ അശ്വതി ഇന്നവരെ അങ്ങനത്തെ ഒരു പറഞ്ഞു കേട്ടിട്ടില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും 100%.